നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഇടശ്ശേരി തറവാട്ടിലെ കാരണവരായിരുന്നു തോമസ്, ഭാര്യ ഷീബാമ്മ. രണ്ടുപേർക്കും കൂടി ഒരേ ഒരു മകൻ ടോണി. അവൻ അബുദാബിയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഫോർമാനാണ്. തോമസ് പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡായി വന്നിട്ട് വീട്ടിൽ കൃഷിയും മറ്റു കാര്യങ്ങളുമായി പോകുന്നു. ഷീബാമ്മയ്ക്ക് ഗ്രഹഭരണമാണ്. വീടിനോട് ചേർന്ന് ഒരു 1.5 ഏക്കർ വസ്തുവുണ്ട്. തോമസ് അച്ചായൻ എപ്പോൾ നോക്കിയാലും വസ്തുവിൽ എന്തെങ്കിലും കൃഷിയുമായിട്ട് അങ്ങനെ നിൽക്കും. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കത്തില്ല. അതുകൊണ്ടെന്താ, അച്ചായനെ കണ്ടു കഴിഞ്ഞാൽ 10-60 വയസ്സുണ്ടെങ്കിലും ഒരു 35 വയസ്സുള്ള ചെറുപ്പക്കാരുടെ കൂട്ടാണ്. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ. ആ ഉറച്ച ശരീരവും ദേഹം മൊത്തമുള്ള ആ രോമക്കാടുകളും ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. അച്ചായൻ കേൾക്കാതെ ആ നാട്ടുകാർ അച്ചായനെ വിളിക്കുന്ന ഓമന പേരാണ് കരടി. പക്ഷെ അമ്മാമ്മ ആകെ വയസ്സ് ചെന്നു. മകൻ ടോണി ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. ഈ വരുന്ന ലീവിനെങ്കിലും നല്ലൊരു പെണ്ണിനെ കണ്ടുവെക്കാൻ അപ്പച്ചനോട് പറഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസം അച്ചായൻ കൃഷിസ്ഥലത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സിറ്റൗട്ടിൽ നിന്ന് അമ്മാമ്മ അച്ചായനോട് ചോദിച്ചത്, നിങ്ങൾ എന്താ മനുഷ്യ ആ ഹുസൈൻ കൊണ്ടുവന്ന ആലോചന വേണ്ടാന്ന് വെച്ചത്? എടി, അത് നമുക്ക് പറ്റിയ ബന്ധമല്ല. ആ പെണ്ണിന്റെ ഫോട്ടോ നീ കണ്ടില്ലേ? ഒരു ഈർക്കലൊടിക്കാൻ പോലുമുള്ള ജീവനില്ല. മാത്രമല്ല ആ കുടുംബവും ശരിയല്ല. നിങ്ങൾ ഇത് എത്രാമത്തെ ആലോചനയാ വേണ്ട വേണ്ട എന്നും പറഞ്ഞു വിടുന്നത്? ഓരോ ആലോചന വരുമ്പോഴും ഇങ്ങനെന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കും. പെണ്ണിന് തടിയില്ല, പെണ്ണിന് കളറില്ല, അതുപോരാ ഇതുപോരാ എന്നും പറഞ്ഞ്. നീ ഒന്ന് അടങ്ങടി. അവൻ നാട്ടിൽ വരാൻ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. നാളെ ഒരു ബ്രോക്കർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരട്ടെ, നമുക്ക് നോക്കാം. അതും പറഞ്ഞ് അച്ചായൻ പറമ്പിലേക്ക് പോയി. അച്ചായന്റെ മകൻ ടോണിയാണെങ്കിൽ ഒരു മൈഗുണനാണ്. അതുകൊണ്ട് അവന്റെ കല്യാണക്കാര്യത്തിൽ തോമസ് അച്ചായന് ചില കണക്കൂട്ടലുകളുണ്ട്. അവനാണെങ്കിൽ ഇപ്പോഴേ ഫാമിലി വിസ കിട്ടത്തുമില്ല. അപ്പോൾ അവൻ കെട്ടുന്ന പെണ്ണിനെ വീട്ടിൽ നിർത്തിയിട്ട് പോകും. അമ്മാമ്മയ്ക്ക് പ്രായത്തിൻ്റെതായ അസുഖങ്ങളൊക്കെ ഉണ്ട് താനും. അതുകൊണ്ട് മറ്റേ കാര്യത്തിലൊന്നും ഇപ്പോൾ ഒരു താല്പര്യവുമില്ല. അച്ചായനാണെങ്കിലോ ഇപ്പോഴും നല്ല പയറ് പോലെയാണ് നിൽക്കുന്നത്. വല്ലപ്പോഴും അച്ചായൻ വേലി ചാടാനൊക്കെ പോയിട്ടാണ് അച്ചായന്റെ കാര്യങ്ങൾ നടക്കുന്നത്. എന്നിരുന്നാലും അതിനൊക്കെ ഒരു സമാധാനം കിട്ടത്തില്ലല്ലോ. അപ്പോൾ മകൻ കെട്ടുന്ന പെണ്ണ് നല്ലൊരു പീസാണെങ്കിൽ തനിക്കും അതിൽ ഗുണമുണ്ടാകുമല്ലോ. അതാണ് അച്ചായന്റെ കണക്കൂട്ടൽ. പിറ്റേ ദിവസം ഒരു ബ്രോക്കർ വന്നു. ഷീബാമ്മ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. എന്തുവാ ബ്രോക്കറെ, ഒരു പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ടങ്ങും കാണാനേ ഇല്ലല്ലോ? അമ്മാമ്മ ചോദിച്ചു. അത് അമ്മാമ്മയെ നല്ലൊരു കൊച്ചിനെ കയ്യിൽ കിട്ടണ്ടായോ? നമ്മുടെ കുടുംബത്തിന് പറ്റിയത്. അതുകൊണ്ടാ ഇങ്ങോട്ടങ്ങും വരാഞ്ഞത്. ആ, ഇയാള് നല്ലപോലെ ഒന്ന് തിരക്കി ഒരെണ്ണത്തിനെ കൊണ്ടുവാ. അവൻ ഉടനെ ഇങ്ങ് വരും. ആ, നോക്കട്ടെ. സംസാരം കേട്ട് അച്ചായൻ അകത്തു നിന്ന് ഇറങ്ങി വന്നു. അല്ലേ, ഇയാളിത് എവിടാടൂ? ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അത് അച്ചായൻ, നമുക്ക് പറ്റിയ ഒരു പെണ്ണുണ്ട്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം. നമ്മുടെ ടോണി കുഞ്ഞിന്റെ കയ്യിലെങ്ങ് നിൽക്കത്തില്ലത്. അത്രയ്ക്കൊരു ഉഗ്രൻ സാധനമാണ്. കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര ഇളക്കമാ. നീ എന്തുവാടാ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. അച്ചായ, ഈ പെങ്കൊച്ചു കോളേജിലെങ്ങാണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടായിരുന്നെന്നാ നാട്ടുകാർ പറയുന്നത്. ഞാനത് ഡാവിലൊന്ന് തിരക്കി. നാട്ടുകാർ പറയുന്നതിലും ചെറിയ കഴമ്പുണ്ട്. എന്ന് വെച്ചാൽ? അച്ചായൻ വീണ്ടും ചോദിച്ചു. അച്ചായ, എന്ന് വെച്ചാൽ അതിനെങ്ങാണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഫസറുമായി ഭയങ്കര അടുപ്പമായിരുന്നു. അവസാനമാ അറിയുന്നത് അങ്ങേര് വിവാഹം കഴിച്ചതാണെന്നും 2 പിള്ളാരുണ്ടെന്നും ഉള്ളത്. അത് പെങ്കൊച്ചന്റെ വീട്ടിലറിഞ്ഞു. അവരൊക്കെ ആണെങ്കിൽ ഇച്ചിരി അഭിമാനമുള്ള കൂട്ടത്തില. അങ്ങനെ ആ കൊച്ചിന്റെ പഠിത്തം അവരങ്ങ് നിർത്തി. ഇപ്പോൾ വീട്ടിൽ നിൽക്കുക പെണ്ണ്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അത് നമ്മുടെ ടോണി കുഞ്ഞിന്റെ കയ്യിൽ നിൽക്കത്തില്ല എന്ന്. അച്ചായനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, എടാ, അത്രയല്ലേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വലിയ കാര്യമൊന്നും അല്ലടാ. അച്ചായൻ അങ്ങനെ പറയുവാണേൽ ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. പിന്നെ അച്ചായൻ എന്നെ കുറ്റം പറയരുത്. കുടുംബമൊക്കെ എങ്ങനെയുണ്ടടാ? അച്ചായ, കുടുംബമൊക്കെ നല്ലതാ. നല്ല പൈസയും ഉള്ള ടീമാ. എന്നാൽ നീ ഒരു കാര്യം ചെയ്, നമുക്ക് പെങ്കൊച്ചിനെ പോയെന്ന് കാണാം. ആ, എന്നാൽ അങ്ങനെ ആട്ടച്ചായ. എടാ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. പെണ്ണിനെ കാണാനൊക്കെ എങ്ങനെയാ? അവസാനം അവൻ വന്ന് എന്നെ ചീത്ത പറയരുത്. എന്റെ അച്ചായ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? എന്നാലും പറയാം. ഒരു പവന്മാർക്ക് പെണ്ണ്. അച്ചായനൊന്ന് കണ്ടു നോക്കണം. അതിനെ കണ്ടാൽ ടോണിക്കുഞ്ഞിനും ഇഷ്ടപ്പെടും. ബ്രോക്കറുടെ വായിൽ നിന്ന് ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ തോമസ് അച്ചായന്റെ മനസ്സിൽ ഒരു കുളിർകാറ്റ് വീശി. അങ്ങനെ ഒരു ദിവസം എല്ലാവരും കൂടി പെണ്ണിനെ കാണാൻ പോയി.
അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും നല്ല സ്വീകരണമാണ് കിട്ടിയത്. കാരണം ഒരുപാട് ആലോചനകളൊക്കെ വന്നതാ, ഒന്നും ശരിയായില്ല. ഇതിപ്പോ പയ്യന്റെ വീട്ടുകാർക്ക് ഇതിൽ വലിയ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പെൺവീട്ടുകാർക്കും വലിയ സന്തോഷമായി. അച്ചായന് വീടും ചുറ്റുപാടും ഒക്കെ ഇഷ്ടപ്പെട്ടു. സാമ്പത്തികമായി നോക്കുമ്പോഴും തരക്കേടില്ല. ഡീ, മോളെ വിളിക്ക്. പെണ്ണിന്റെ അപ്പച്ചൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ചായയുമായി ഇറങ്ങി വന്ന പുതിയ പെണ്ണ് ലിസിയെ കണ്ടപ്പോൾ തോമസിന്റെ കണ്ണ് 2 സെന്റിമീറ്റർ മുമ്പോട്ട് തള്ളി. എന്തോ പീസാ ഇത്. അച്ചായൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ ഇരുന്നു പോയി. ലിസി ഒരു ടൈറ്റ് ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്. ചായ അവൾ ഓരോരുത്തർക്കും കൊടുത്തു. അപ്പോഴും കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിലായിരുന്നു. അച്ചായൻ മരുമോളെ അടിമുടി ഒഴിഞ്ഞു. അവളുടെ ആ ചെന്തുണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടുകൾ അച്ചായനെ വേറൊരു ലോകത്തെത്തിച്ചു. അവൾ ചിരിച്ചപ്പോൾ മുല്ലമുട്ട് പോലെയുള്ള ആ പല്ലുകൾ തെളിഞ്ഞു. അവൾ പോയി അമ്മയുടെ അടുത്ത് ചെന്ന് നിന്നു. അപ്പോഴാണ് അവളുടെ പിന്നഴക അച്ചായൻ ശ്രദ്ധിച്ചത്. അച്ചായന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അച്ചായന്റെ ആ നോട്ടം കണ്ടപ്പോൾ ലിസിക്കും ചിരി വന്നു. അല്ല, അപ്പോൾ ടോണി എന്ന് വരും? പെണ്ണിന്റെ അപ്പച്ചൻ തോമസ് അച്ചായനോട് ചോദിച്ചു. അവൻ ഉടനെങ്ങി വരും. അവനും വന്ന് പെൺകുട്ടിയെ ഒന്ന് കാണട്ടെ. കാണാനൊന്നുമില്ല, അവനും 100 വട്ടം ഇഷ്ടപ്പെടും. പിന്നെ ഒരു ചടങ്ങ്, തോമസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ലിസിക്കും ഭയങ്കര സന്തോഷമായി. എന്തായാലും നല്ല അമ്മായിയപ്പൻ, ആള് നല്ല സോഷ്യലാ. ലിസി ഓർത്തു. ഇപ്രായത്തിൽ നല്ല ഉരുക്ക് ശരീരമാ. പണ്ട് കൂട്ടുകാരികൾ പറഞ്ഞിട്ടുണ്ട്, കുറച്ചു പ്രായമുള്ള പുരുഷന്മാരാകുമ്പം എല്ലാ കാര്യങ്ങളും അറിയാമെന്ന്. എന്തായാലും അങ്ങ് ചെല്ലട്ടെ, അവൾ മനസ്സിൽ ചിരിച്ചു. പിന്നെ ബ്രോക്കർ ടോണിയെ കുറിച്ച് പറഞ്ഞത്, ആള് കണ്ടാൽ നല്ല സുന്ദരനാണെങ്കിലും അപ്പച്ചന്റെ അത്ര തന്റെ ഇടമൊന്നും മകനില്ലെന്നാണ്. എന്തായാലും അമ്മായിയപ്പനെ ലിസിക്ക് പെരുത്തിഷ്ടമായി. അങ്ങേരുടെ നോട്ടം കണ്ടില്ലേ, ഗ്രഹണി പിടിച്ച പിള്ളാര് ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ. അവൾ മനസ്സിൽ ഊറിച്ചിരിച്ചു. അങ്ങനെ ടോണി നാട്ടിൽ വന്നു. അവനും പോയി പെണ്ണിനെ കണ്ടു. അവനും അവളെ പെരുത്തിഷ്ടപ്പെട്ടു. ലിസിയുമായി സംസാരിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, ടോണി അങ്ങനെ പെണ്ണുങ്ങളോടൊന്നും വലുതായിട്ട് ഇടപഴകി പരിചയമില്ലെന്ന്. ആ, കുഴപ്പമില്ല, തനിക്ക് ആണുങ്ങളോട് ഇടപഴകി നല്ല പരിചയമുണ്ടല്ലോ, അത് മതി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സമ്മതമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വിവാഹവും നടന്നു. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ടോണിയുടെ ലീവ് തീർന്നു. അവൻ ഗൾഫിലേക്ക് തിരിച്ചുപോയി. അവിടെ പോയിട്ട് എങ്ങനെയെങ്കിലും ഒരു ഫാമിലി വിസ സംഘടിപ്പിക്കാം എന്നും പറഞ്ഞാണ് അവൻ പോയത്. വിവാഹം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുമ്പോഴും ടോണിക്ക് തന്നേക്കാൾ ശ്രദ്ധ ഓഫീസ് കാര്യങ്ങളിലായിരുന്നു എന്നവൾ ഓർത്തു. പാതിരാത്രി വരെ ഇരുന്ന് ലാപ്ടോപ്പും നോക്കി ഒരേ ഇരിപ്പാണ്. ഇങ്ങേരിതെന്തു മനുഷ്യനാണ്, ലിസി ചിന്തിച്ചു. തന്നെ പോലെ ഇത്രയും അടിപൊളി ഒരു പെണ്ണ് ഈ മുറിയിലുണ്ടെന്ന് അങ്ങേർക്ക് യാതൊരു വിചാരവുമില്ല. പിന്നെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയേറ്റ് സുഖമായി കിടന്ന് ഉറങ്ങുകയും ചെയ്യും. തന്റെ ഒരു കഷ്ടകാലം, അല്ലാതെ എന്തു പറയാനാ. അല്ല, മോളവിടെ എന്തെടുക്കുവാ? തോമസിന്റെ ശബ്ദം കേട്ടാണ് ലിസി ചിന്തയിൽ നിന്ന് ഉണർന്നത്. അവൾ അച്ചായനെ ഒന്ന് നോക്കി ദയനീയമായി ഒന്ന് ചിരിച്ചു. ആ ചിരി കണ്ടപ്പോഴേ തോമസിന് കാര്യം പിടികിട്ടി. ഓ, അപ്പച്ചനോ? ഞാനിങ്ങനെ വെറുതെ ഓരോന്നോർത്തിരിക്കുകയായിരുന്നു. അപ്പച്ചന് കാര്യം മനസ്സിലാകുന്നുണ്ട്. മോള് വിഷമിക്കണ്ട. മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഈ അപ്പച്ചനോട് തുറന്നു പറയാൻ മടിക്കണ്ട. അവൾക്ക് അതിയായ സന്തോഷമായി. അവളുടെ മുഖം വിടർന്നു. അവൾ നല്ലൊരു ചിരി ചിരിച്ച് തലകുലുക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അവളുടെ ആ പോക്കു നോക്കി തോമസ് അച്ചായൻ ഒരു നെടുവീർപ്പിട്ടു.